നമ്മൾ ബ്രാൻഡിൻ്റെ ഒരു വിഷനായാലും അതിൻ്റെ ഒരു പൊസിഷനിങ് ആയാലും ഇറ്റ്സ് ഗോൺ ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ലൈക്ക് നമ്മൾ ഇന്നത്തെ യൂത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ക്വാളിറ്റി ഉണ്ട്, പ്ലസ് ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് എന്താ പറയുക ഡിഫറെൻറ്റ് ഡിസൈൻസും ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സംഗതികൾ എക്സാക്ട്ലി മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് ആക്ച്വലി മെൻ്റുള്ളത്. എങ്ങനെയാണ് ശരിക്കും ഒരു ഫ്രാഞ്ചൈസി ബിസിനസ്സിലേക്ക് എത്തിപ്പെടുന്നത്? ഏറ്റവും വൺ ഓഫ് ദി ബിഗസ്റ്റ് മോൾസ് ആയിട്ടുള്ള ഹൈലൈറ്റ് മാൾ. അപ്പോൾ ഇതിൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു സോർട്ട് ഓഫ് ഒരു വലിയ റിസ്ക് ഉണ്ട്. എന്ന് വെച്ചാൽ കാലിക്കറ്റ് ഉള്ള പോലെയല്ല കൊച്ചിയിലെ ട്രെൻഡ്സ്. അപ്പം അങ്ങനെ ലോക്കലായിട്ട് നമുക്ക് പ്രൊഡക്ട്സിനെയും അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ടോ? ഇപ്പോഴത്തെ അറ്റ് പ്രസന്റ് മാർക്കറ്റ് റേറ്റ് ഐ തിങ്ക് ഇറ്റ് സ്റ്റേയിങ് അറ്റ് 10 billion or so. ലൈക്ക് ഒരു ആനുവലി ഇന്ത്യയുടെ മാത്രം 60% ROI കിട്ടി എനിക്ക് മെന്റിൽ വന്നതിന് ശേഷം ഇത്രയും ഒരു ഷോർട്ട് സ്പാനിൽ. ശരിക്കും അത് പോസിബിളാണ്. കാലിക്കറ്റുള്ള ഹൈലൈറ്റ് മെന്റ് കയറുന്ന ഒരു വ്യക്തിയും കാക്കനാട് ഹൈലൈറ്റ് കയറുന്ന ഒരു വ്യക്തിയും ആ പ്രൊഡക്റ്റിലുള്ള ആ വേരിയൻസ് ആക്ച്വലി ഡയറക്റ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മെന്റിൻ്റെ ഒരു സ്റ്റോറ് ഹൈലി സക്സസ്ഫുള്ളായി, അടുത്തൊരു 4 stores പ്ലാനിങ്ങിലുണ്ട്. ഇതല്ലാതെ എന്തൊക്കെയാണ് അതർ ഫ്യൂച്ചർ പ്ലാൻസ്? കാരണം നോർമലി ഇപ്പോൾ നമ്മൾ തന്നെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വോണ്ട് പ്രിഫർ ടു പുട്ട് എ ഫോട്ടോ വിത്ത് ദ സെയിം ഡ്രസ്. ഒരു ഫ്രാഞ്ചൈസി എടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളുകൾ മെന്റിൻ്റെ അവർ ചെയ്യേണ്ട ഫസ്റ്റ് പ്രോസസ്സ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഹലോ, വെൽക്കം ബാക്ക് ടു വൈസ് പോഡ്കാസ്റ്റ്. മെന്റ് ക്ലോത്തിങ് ബ്രാൻഡ്. യെസ്, മെന്റ് എന്ന ബ്രാൻഡിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ചും ബ്രാൻഡിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ നമ്മൾ വൈസ് പോഡ്കാസ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മെന്റിൻ്റെ ആദ്യത്തെ ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്ത, ഇപ്പോഴും ഒരുപാട് ഫ്രാഞ്ചൈസികൾ ഓപ്പൺ ചെയ്യാൻ പ്ലാനിങ്ങിലുള്ള ഒരു സംരംഭകനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്, മിസ്റ്റർ വലീജ് മുഹമ്മദ് ബ്രോ. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നതും ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് തുടങ്ങുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാലുള്ള നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, ഒരു ഫ്രാഞ്ചൈസർ എന്തൊക്കെ സർവീസസ് ആണ് നിങ്ങൾക്ക് അതിൽ ചെയ്തു തരുന്നത്, അതോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി ഓൺ ചെയ്യുന്നതാണോ, ഏതാണ് ബെറ്റർ തുടങ്ങിയിട്ട് ഫ്രാഞ്ചൈസി സംബന്ധമായിട്ടുള്ള എല്ലാവിധ ക്വറീസിനും ഇന്ന് നമ്മൾ ഉത്തരം നൽകുന്നതാണ്. സോ വെൽക്കം. താങ്ക് യു. വെൽക്കം ബ്രോ. സോ വലീജ് ബ്രോ, നമ്മൾ 27ാമത്തെ വയസ്സിലാണ് നിങ്ങൾ മെന്റിൻ്റെ ആദ്യത്തെ ഫ്രാഞ്ചൈസി എടുത്തതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ശരിക്കും ഒരു ഫ്രാഞ്ചൈസി ബിസിനസ്സിലേക്ക് എത്തിപ്പെടുന്നത്? ശരിക്കും മെന്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിലേക്ക് ഇത്രയും ഒരു ട്രസ്റ്റ് കൊടുക്കാനുള്ള കാരണം എന്താ, ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ? ആക്ച്വലി ഞാൻ ഇനീഷ്യലി എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഒരുപാട് ഓൺടർപ്രണേഴ്സുമായിട്ടും ഒരുപാട് ബിസിനസ്മാരുമായിട്ടും ഒരുപാട് കോൺടാക്റ്റും അവരുമായിട്ട് ഒരുപാട് സംസാരവും എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം എൻ്റെ ഉള്ളിലൊരു വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സംരംഭം സ്റ്റാർട്ട് ചെയ്യൽ ഭയങ്കര ഈസിയാണ്. നമുക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാം, സർവീസസ് കൊടുക്കാത്ത മാത്രം. ബട്ട് അത് ഓപ്പറേഷണലി റൺ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എക്സ്ട്രീംലി ഹാർഡ്. അപ്പോൾ അതിനുള്ളൊരു നല്ല സൊല്യൂഷനാണ് ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് നമ്മൾ ഓൺ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇനീഷ്യലി എന്ത് സോർട്ട് ഓഫ് ഫ്രാഞ്ചൈസികൾ ചെയ്യാന്നുള്ളൊരു തോട്ടിൽ ഞാൻ എൻ്റെ റിസർച്ച് ആരംഭിക്കുന്നത്. അപ്പം അങ്ങനെയാണ് മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് എൻ്റെ മുന്നിലോട്ട് ഫസ്റ്റ് വരുന്നത്. എത്ര കാലം മുന്നേ അത്? ശരി, ഇറ്റ് വാസ് ലൈക്ക് ഒരു 8 to 9 months ബാക്ക് ടു ബി ഫ്രാങ്ക്. യെസ്, ആ സമയത്താണ് ലൈക്ക് മോൺസോ എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട്, അവരൊരു സബ് ബ്രാൻഡാണ് ഈ മെന്റ് എന്നുള്ള ഈ ഒരു ബ്രാൻഡ്. അപ്പോൾ അവിടുത്തെ ടീമുമായിട്ട് ഞാൻ ഇനീഷ്യലി മീറ്റ് ചെയ്തു, സംസാരിച്ചു, അവരുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കി. ഇതിലെല്ലാം ഒരു ഇൻഡെപ്ത് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞ ശേഷം എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും മെന്റിലോട്ട് തന്നെ ആണെന്നുള്ളത് ഞാൻ കൺഫേം ചെയ്തു. ഇപ്പം ഓൾറെഡി പറഞ്ഞു ബിസിനസ്സിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ റിസർച്ചിൻ്റെ പാർട്ടായിട്ട് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ബിസിനസ് വന്നു, സ്റ്റാർട്ട് ചെയ്തു, 6 months ആയി. ഒരു ഫസ്റ്റ് ബിസിനസ് എക്സ്പീരിയൻസ് എന്താണ്? ഇപ്പം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, നമ്മൾ വ്യൂവേഴ്സ് എന്ന് പറയുന്ന ബിസിനസ് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? റോളർ കോസ്റ്റർ ആയിരുന്നോ? എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ആക്ച്വലി മെന്റുമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഹാസ് ബീൻ ഒരു സ്മൂത്ത് സെയിലിംഗ് എക്സ്പീരിയൻസ് ആണ്, ടു ബി ഫ്രാങ്ക്. പക്ക അതിൻ്റെ ഏറ്റവും ബേസിസ് ലൈക്ക് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ കിടക്കുന്നത് ഈ ഫ്രാഞ്ചൈസി മോഡലാണ്. അപ്പോൾ മെന്റ് ആക്ച്വലി അറ്റ് പ്രസൻറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഫോക്കോ മോഡൽ എന്ന് പറയും, ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻ സൈഡ് മൊത്തം ഓർഗനൈസേഷൻ ലൈക്ക് ഈ മെന്റ് എന്നുള്ള കമ്പനി തന്നെയാണ് കംപ്ലീറ്റ്ലി ലേ ഔട്ട് ചെയ്യുന്നതും അവർ തന്നെയാണ് ഓപ്പറേഷണലി കാര്യങ്ങൾ ചെയ്യുന്നതും. അപ്പോൾ അത് കാരണം ഇറ്റ്സ് എ ബിറ്റ് മോർ ഈസിയർ ലൈക്ക് ആസ് എൻ ഇൻവെസ്റ്റർ ആൻഡ് ആസ് എ ബിസിനസ് ഓണർ, ലൈക്ക് ബിക്കോസ് വോട്ട് ടു സേ അവരെ സൈഡിൽ നിന്നുള്ള ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ കോൺസ്റ്റൻ്റ്ലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം ഇറ്റ് ഹാസ് ബീൻ എ സ്മൂത്ത് സെയിലിംഗ്
ഓപ്പറേഷൻ സോ ഫാർ. ഓക്കെ. സോ ഒരു ബിസിനസ് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ബിസിനസ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ധൈര്യമായിട്ട് ശരിക്കും ഇങ്ങനെ ഒരു ഫ്രാഞ്ചൈസി എടുത്തൊരു ബിസിനസ് തുടങ്ങാമെന്നാണ് പറയുന്നത്. ഓ ആബ്സല്യൂട്ട്ലി 100%. ലൈക്ക് ഒരുപാട് പേര് ഇപ്പോൾ ഈ ഞാനായാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും നമ്മൾ നോർമലി ഒരു ഈവനിങ് ടീ കുടിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന സംഗതിയാണ് ഓക്കെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ആരംഭിക്കണം, എന്ത് സോർട്ട് ബിസിനസ് നമുക്ക് തുടങ്ങാൻ സാധിക്കും എന്നുള്ളത്. ബട്ട് പൊതുവേ നമ്മളെ ഒരു മറ്റേ കരിയർ അല്ലെങ്കിൽ ഒരു ജോബിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളൊരു പാഷനായിട്ടുള്ള ഒരു സൈഡ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഇറ്റ് വുഡ് ബി ക്വൈറ്റ് ഹാർഡ്. ബിക്കോസ് ഒന്നും നമുക്ക് ടൈം ഉണ്ടാവില്ല, ബിക്കോസ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വുഡ് ബി ഹ്യൂജ്. അപ്പോൾ ഐ ഫീൽ ലൈക്ക് ഹാവിങ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ഫ്രാഞ്ചൈസി would give much better returns. Plus അത് മാത്രമല്ല ഈസിയർ ആയിട്ട് ഫിസിക്കലി ലൈക്ക് ആ ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. സോ ദാറ്റ് ബി ഗ്രേറ്റ്. പക്ഷേ വലിയ ബ്രോ ശരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിലും ഒരു ക്ലോത്തിങ് ബ്രാൻഡ് എന്തുകൊണ്ടാണ്? കാരണം ഇപ്പം കാലിക്കറ്റ് പോലത്തെ ഒരു സ്ഥലത്ത് ഒരുപാട് ക്ലോത്തിങ് ബ്രാൻഡ്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഇനി എനിക്ക് മാർക്കറ്റ് ചെയ്തിട്ട് ഈ ഒരു ബ്രാൻഡിനെ എനിക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ബ്രാൻഡിനെ കൂടുതൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ സർവൈവ് ചെയ്ത് പോകുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണോ ശരിക്കും മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്? ഇനീഷ്യലി ലൈക്ക് ഇപ്പോൾ മെൻഡ് ആരംഭിച്ച സമയത്ത് തന്നെ ലൈക്ക് അതിൻ്റെ ഫൗണ്ടിങ് ടീം എല്ലാവരോട് പറഞ്ഞ സംഗതി നമുക്ക് ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റോർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദി ബിഗസ്റ്റ് മോൾസ് ആയിട്ടുള്ള ഹൈലൈറ്റ് മാളിൽ. അപ്പോൾ ഇതിൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു സോർട്ട് ഓഫ് ഒരു വലിയ റിസ്ക് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ റെന്റ് ഇസ് ഗോൺ ബി എക്സ്ട്രീംലി ഹൈ. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ കോസ്റ്റ് എക്സ്ട്രീംലി ഹൈ ആണ്. പ്ലസ് അത് മാത്രമല്ല എക്സിസ്റ്റിംഗ് നടക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് എങ്കിലും ഇതിൻ്റെ ഒരു സക്സസ് മോഡൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഇറ്റ്സ് ഗോൺ ബി എ ബിഗ് ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ബ്രാൻഡിൻ്റെ ഒരു വിഷൻ ആയാലും അതിൻ്റെ ഒരു പൊസിഷനിങ് ആയാലും ഇറ്റ്സ് ഗോൺ ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ലൈക്ക് നമ്മൾ ഇന്നത്തെ യൂത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ക്വാളിറ്റി ഉണ്ട്, പ്ലസ് ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് എന്താ പറയുക ഡിഫറെൻറ്റ് ഡിസൈൻസും ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സംഗതികൾ എക്സാക്ട്ലി മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് ആക്ച്വലി മെന്റ് ഉള്ളത്. അപ്പോൾ ആ ഒരു രൂപത്തിൽ നമുക്ക് എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പൊസിഷനിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷനിങ് തന്നെയാണ് മെന്റ് കാലിക്കറ്റ് ഹൈലൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഹൈലൈറ്റ് തന്നെ ചൂസ് ചെയ്തതും അവിടെ പൊസിഷൻ ചെയ്തത്. എക്സാക്ട്ലി യെസ്. ഇപ്പം നേരത്തെ പറയണ്ടായി ഹൈലൈറ്റ് മാളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റോർ തന്നെ 950 സ്ക്വയർ ഫീറ്റുള്ള ചെറിയൊരു ഷോറൂമാണ്. അതിൽ നിന്ന് ഹൈലൈറ്റ് തന്നെ 5000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഷോറൂമിലേക്ക് വളർന്നു. മെൻ്റെ തന്നെ ഒരു സ്റ്റോറിൽ നിന്ന് എനിക്കൊന്ന് ഇപ്പോൾ 14 സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്. ബ്രോ തന്നെ 4 സ്റ്റോഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു 6 month കൊണ്ട് ഇത്ര മാസീവായിട്ടുള്ള ഒരു ഗ്രോത്ത് മെൻറ്റിന് സാധിച്ചത്? ഓ ദാറ്റ്സ് ആൻ ഓസം ക്വസ്റ്റ്യൻ. ലൈക്ക് ആക്ച്വലി എന്താ പറയുക, ഇതിനു വേണ്ടി നമുക്കൊരു 10 hours അല്ലെങ്കിൽ ഒരു 20 hours വേണമെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത്രയും വലിയൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ. ഫസ്റ്റ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇസ് ടോപ്പ് നോച്ച്. നമ്മളൊരു ടാർഗറ്റ് കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവൽ ഓഫ് പ്രൊഡക്റ്റ് നമുക്ക് ആക്ച്വലി ഇപ്പോൾ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതല്ല അതിൻ്റെ അപ്പുറത്തെ ക്വാളിറ്റിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിന് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് മാർക്കറ്റിൽ എക്സ്ട്രീംലി വലിയ ഡിമാൻഡാണ്. പ്ലസ് അത് മാത്രമല്ല നമ്മളെ ഒരു പാസ്റ്റ് 6 months നമ്മൾ ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് 40% റിപ്പീറ്റ് കസ്റ്റമേഴ്സാണ്. പ്ലസ് അതിലുപരി പുതിയ വാക്കിങ്സും ഡേ ബൈ ഡേ നമുക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റിൽ അതിൻ്റെ ഒരു ഒരു സ്കെയിലബിൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ മാർക്കറ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ ഗ്രാബ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുത്ത് ഈ എക്സ്പാൻഷനിലോട്ട് നമ്മൾ പോയിട്ടുള്ളത്. സോ ഇപ്പോൾ പറയണ്ടായി പിന്നെ അതായത് 950 സ്ക്വയർ ഫീറ്റിൽ നിന്ന് നമ്മൾ 5000 എത്തി. അതായത് ആ ഒരു ബ്രാൻഡിന് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്, അതായത് അത്രയും വാക്കൻസി വന്നുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇത്രയും വലിയ രീതിയിൽ എലാബറേറ്റ് ചെയ്ത് പുതിയ സ്കെയിൽ ചെയ്ത് അവിടെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പം ശരിക്കും ഇൻഡസ്ട്രി വൈസ് നോക്കുകയാണെങ്കിലും മെൻസ് ഗ്രൂമിങ്ങിനും മെൻസ് ക്ലോത്തിങ് ബ്രാൻഡിനും ഒക്കെ വലിയ രീതിയിലൊരു ബൂമിങ് ലാസ്റ്റ് 10 to 15 years വന്നിട്ടില്ലേ? അതിൻ്റെ പൊട്ടൻഷ്യലും കൂടി കണക്കിലെടുത്തിട്ടാണ് ശരിക്കും ഈ ഒരു ബ്രോ ഒരു മെൻ ക്ലോത്തിങ് ബ്രാൻഡ് ചൂസ് ചെയ്തത്? 100%. കാരണം എന്താ വെച്ചാൽ ഇതിലേക്ക് ഇനീഷ്യലി ഇപ്പം നമ്മൾ ഫസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അതായിരുന്നു, ലൈക്ക് എന്തുകൊണ്ട് ഇതിലേക്ക് ഒരു ബിസിനസ് ആരംഭിക്കുക എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഈ ഒരു ഇൻഡസ്ട്രി ചൂസ് ചെയ്യേണ്ട മേജർ റീസൺ അത് തന്നെയായിരുന്നു. ഒന്ന് നമ്മൾ മറ്റേ ഇന്ത്യൻ കൺസ്യൂമേഴ്സിൽ അങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈക്ക് ആ ഒരു ഷിഫ്റ്റ് എക്സാക്ട്ലി വന്നിട്ടുണ്ട്. 100% ലൈക്ക് അവർക്കും ലൈക്ക് നല്ല പ്രസന്റബിൾ ആയിട്ട് മാർക്കറ്റിൽ ഇറങ്ങണം. പ്ലസ് അത് മാത്രമല്ല ലൈക്ക് എവറി ഡേ ഇസ് ലൈക്ക് ഇറ്റ്സ് എ സെല്ലിംഗ് പ്രോസസ്. ലൈക്ക് വി ആർ സെല്ലിംഗ് അവർ സെൽസ് ടു സംവൺ ഓൾ ദ ടൈം. സോ എന്തായാലും വി ഹാവ് ടു ബി പ്രസന്റബിൾ. ലൈക്ക് നമ്മൾ ക്ലോത്ത്സ് ആയാലും നമ്മൾ വേറെ എല്ലാ സംഗതികളായാലും. പ്ലസ് അത് മാത്രമല്ല ഇപ്പോൾ ഫാസ്റ്റ് ഫാഷൻ ലൈക്ക് മെൻറ്റിൻ്റെ ഈ ഒരു ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് മാർക്കറ്റ് റേറ്റ് ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റേയിങ് അറ്റ് 10 billion or so ലൈക്ക് ഒരു ആനുവലി ഇന്ത്യയുടെ മാത്രം. അപ്പോൾ അത് ഐ തിങ്ക് ഇറ്റ്സ് പ്രൊജക്റ്റഡ് ടു ബി അറൌണ്ട് 50 billion by 2030. അപ്പം അത്രയും ഒരു വലിയ മാർക്കറ്റ് പൊട്ടൻഷ്യലുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ആക്ച്വലി ഇത്. അപ്പം ഇത് മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യുക. ഇത് എങ്ങനെ ലൈക്ക് വോട്ട് ടു സേ നമ്മൾ ആ ഒരു ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയിൽ നമുക്ക് എങ്ങനെ
കൂടെ നിൽക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതിലാണ് ലൈക്ക് ഫൈനലി നമ്മൾ ഇതിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാന്ന് പറഞ്ഞാൽ നമ്മൾ കൺസൾട്ടിങ് കൊടുക്കുന്ന ആളുകളോടൊക്കെ ഫസ്റ്റത്തെ 90 days ആണ് ഒരു ബ്രാൻഡിൻ്റെ ബെഡിങ് പീരീഡ് എന്നൊക്കെയാണ് പറയാം. അപ്പം ഈ മെൻറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെയാണ് ഒരു ഫസ്റ്റ് 90 days പ്രോസസ്സ് എങ്ങനെയാണ് ശരിക്കും അവർ എന്തൊക്കെ ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് തരിക, എന്തൊക്കെ ടൂൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പം ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ കാണുന്നുണ്ട്. ആബ്സല്യൂട്ട്ലി. ഫസ്റ്റ്ലി പറയുകയാണെങ്കിൽ മെൻറ്റിൻ്റെ ഫ്രാഞ്ചൈസി സിസ്റ്റം ആക്ച്വലി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫോക്കോ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ്. അപ്പോൾ ഡേ ടു ഡേ ഓപ്പറേഷൻസ് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി സെറ്റ്. പ്ലസ് അത് മാത്രമല്ല ഡേ ടു ഡേ ഓപ്പറേഷൻസിൻ്റെ ആ ഒരു ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ മൊത്തം നടത്തുന്നത് മെൻറ്റിൻ്റെ പാരൻറ്റ് കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻ മോൺസോ ലൈഫ് എന്നുള്ള ആണ് നമ്മൾ പാരൻറ്റ് കമ്പനി ഉള്ളത്. അവരാണ് ഇതിൻ്റെ കംപ്ലീറ്റ്ലി എന്താ പറയുക ഓപ്പറേഷൻസ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നമുക്ക് വലിയ ഇൻവോൾവ്മെൻ്റ് ഇല്ല. ബട്ട് എന്നിരുന്നാലും നമുക്ക് ഇതിൽ മേജർ ആയിട്ടുള്ള വലിയൊരു സംഗതി ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ ഉണ്ടാവും. ലൈക്ക് വാട്ട് സോർട്ട് ഓഫ് സെയിൽ ഇസ് ഗോയിങ് ഓൺ, എത്ര വാക്കിൻസ് ഉണ്ട്, പിന്നെ അവിടെ ഉള്ളിൽ നടക്കുന്ന പ്രൊഡക്ട്സ് എന്താണ് അവസ്ഥ, കറക്റ്റ് റീഷെൽവിങ് നടക്കുന്നുണ്ടോ, മറ്റേ പ്രൊഡക്റ്റ് കാറ്റഗറി അവിടെ എത്തുന്നുണ്ടോ, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആക്ച്വലി ഫസ്റ്റ് ഇവർ നമുക്ക് തന്നത് ഇവരുടേതായിട്ട് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ERP സോഫ്റ്റ്വെയർ ആണ്. ഈ ERP സോഫ്റ്റ്വെയർ നമുക്ക് എല്ലാ ഇൻഫർമേഷനും A to Z, ബി ഇറ്റ് ഫിനാൻഷ്യൽ, ബി ഇറ്റ് പ്രോഡക്റ്റ് വൈസ് എല്ലാം നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്. സോ ഓൺ ദി ടച്ച് ഓഫ് എ ബട്ടൺ ഐ എം ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ഇന്നിപ്പോൾ എത്ര സെയിൽ നടന്നു, അവരുടെ ടോട്ടൽ അവിടുത്തെ ഒരു ABV എന്താണ്, ലൈക്ക് ആവറേജ് ബാസ്ക്കറ്റ് വാല്യൂ എന്താണ്. അപ്പോൾ അവിടുത്തെ ABV എന്ത് സം സോർട്ട് ഓഫ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ മനസ്സിലാക്കാം അവിടുത്തെ വിഷ്വൽ മെർച്ചൻഡൈസിങ് എന്തോ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു രൂപത്തിൽ നമുക്ക് എന്താ പറയുക അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കും. ബട്ട് അത് മാത്രമല്ല നോർമലി ഇതിൻ്റെ ഒരു ഓപ്പറേഷൻസിൽ ലൈക്ക് നോർമലി ഒരു 5 സ്റ്റോഴ്സിന് വേണ്ടിയിട്ട് ഇവർ ഒരു വിഷ്വൽ മെർച്ചൻഡൈസറെ, ഒരു HR മാനേജറെ, ഒരു ഫിനാൻസ് മാനേജറെ പ്ലസ് അതിലുപരി ഒരു ക്ലസ്റ്റർ ഹെഡിൻപാടെ ഇവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഒരു ലീഡർഷിപ്പിലാണ് പൊതുവെ ഈ ഓപ്പറേഷൻസ് മൊത്തം നടക്കാറുള്ളത്. സോ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്ക് ഒരു സിസ്റ്റം ഉൾപ്പെടെയാണ് കിട്ടുന്നത്. ആബ്സല്യൂട്ട്ലി. അപ്പോൾ ടു ബി ഫ്രാങ്ക് ഒരു ഹെഡേക്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ബിസിനസ്സും അല്ലെങ്കിൽ ഒരു സിസ്റ്റം റൺ ചെയ്ത് അത്ര പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഈ ഒരു ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആവുന്ന സ്വന്തം ഒരു ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താ പറയുക ഇനീഷ്യൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടുവേർഡ്സ് ഓൺട്രപ്രണർഷിപ്പ്, അങ്ങനെ വേണമെങ്കിൽ ഇത് ആബ്സല്യൂട്ട്ലി യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ശരിക്കും അപ്പോൾ ഒരു ഫ്രാഞ്ചൈസി ഓണറെ സംബന്ധിച്ചിടത്തോളം വരുന്നുള്ളൂ. അതെ ആബ്സല്യൂട്ട്ലി. ഇനീഷ്യലി നമ്മൾ എന്താ പറയുക നമുക്ക് അവരൊരു ഫിനാൻഷ്യൽ പ്ലാൻ കിട്ടും. ആ ഫിനാൻഷ്യൽ പ്ലാൻ അനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ആ സ്റ്റോർ നമ്മൾ ഓപ്പൺ ചെയ്യും. പിന്നെ അതിനുശേഷം അതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നമുക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിലും ഈ എംപ്ലോയി ഹയറിങ്ങിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് അതൊക്കെ? എംപ്ലോയി ഹയറിങ്ങിന് കാര്യത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് അവർക്ക് ഒരു HR മാനേജർ ഉണ്ടാവും. ഇപ്പോൾ ഇത്ര ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് സ്റ്റോഴ്സിന് അവരായിരിക്കും കംപ്ലീറ്റ്ലി ഹയർ ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യുക, ലൈക്ക് അവരെല്ലാ സംഗതികളും നോക്കുക. ഇവർ നോർമലി ഒരു എംപ്ലോയിൻ്റെ സൈഡിൽ ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന സെർട്ടൺ സെറ്റ് ഓഫ് ക്വാളിറ്റീസും കാര്യങ്ങളുണ്ടാവും. ഈ ക്വാളിറ്റീസൊക്കെ അവർക്ക് എന്തായാലും കിട്ടും എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇവരെന്താ പറയുക ട്രെയിനിങ് ലൈക്ക് കോൺസ്റ്റൻ്റ്ലി ട്രെയിനിങ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റ് സ്റ്റഫ്. സോ അങ്ങനെ ഒരുപാട് ലൈക്ക് നോർമലി അപ്പം നമ്മുടെ ഫാമിലിയായാലും ഫ്രണ്ട്സ് ആയാലും നമ്മൾ പൊതുവെ പോകുന്ന നമ്മൾ പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഒന്ന് നമ്മൾ അറിയിക്കണേ എന്നുള്ളത്. അപ്പോൾ പക്ഷെ എന്നാലും വി ഹാവ് ഓൺലി ബീൻ ഗെയിനിങ് വാട്ട് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് സ്റ്റഫ്. സോ ദാറ്റ്സ് ഗുഡ്. സാധാരണ എല്ലാ ഫ്രാഞ്ചൈസീസിനും അവരുടേതായ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാവും. എന്നാൽ പോലും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിൻ്റെ ഒരു പൾസ് വേറെ ആവാം. ഇപ്പം കാലിക്കറ്റ് ഉള്ള പോലെയല്ല കൊച്ചിയിലെ ട്രെൻഡ്സ്. അപ്പം അങ്ങനെ ലോക്കലായിട്ട് നമുക്ക് പ്രൊഡക്ട്സിനെയും അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ടോ? ആക്ച്വലി എനിക്ക് മെൻറ്റിൻ്റെ ടീമിനെ എനിക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള വലിയൊരു ഫാക്ടർ അതാണ്. കാരണം ഇവർക്ക് ആക്ച്വലി ഒരു വലിയൊരു ഡിവിഷൻ തന്നെ ഉണ്ട്, പ്രൊഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ട്. ഇവർ ആക്ച്വലി കംപ്ലീറ്റ്ലി ചെയ്യുന്നത് ഓരോ ലോക്കൽ ടേസ്റ്റ് എന്തെന്ന് മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ബേസിസിലാണ് ഇവർ പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്യുന്നതും അതിൻ്റെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇപ്പോൾ മെൻറ്റ് ഇപ്പോൾ കാലിക്കറ്റുള്ള ഹൈലൈറ്റ് മെൻറ്റ് കയറുന്ന ഒരു വ്യക്തിയും കാക്കനാട് ഹൈലൈറ്റ് കയറുന്ന ഒരു വ്യക്തിയും ആ പ്രൊഡക്റ്റിലുള്ള ആ വേരിയൻസ് ആക്ച്വലി ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളോട് കാലിക്കറ്റ് പോകുന്ന ഷർട്ട്സ് അല്ല കാക്കനാട് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഡിഫറൻസ് ആക്ച്വലി നമുക്ക് അവിടുത്തെ ഓപ്പറേഷൻസിൽ ഇറ്റ്സ് ഡയറക്ട്ലി വിസിബിൾ. സോ ദാറ്റ് ഈസ് ഗ്രേറ്റ്. വലിച്ചു ബ്രോ, നമ്മൾ ലാസ്റ്റ് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിങ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ഇതിലെന്തൊക്കെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകളുണ്ടോ, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജികളുണ്ടോ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ നോക്കാറുണ്ട്. അപ്പോഴാണ് നിങ്ങൾ ലാസ്റ്റ് ഹൈലൈറ്റ് മാൾ നിങ്ങളൊരു സ്റ്റോർ 950 സ്ക്വയർ ഫീറ്റിൻ്റെ സ്റ്റോർ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞല്ലോ. അതിന് അറൗണ്ട് 1 CR മുകളിൽ ആഡ് സ്പെൻഡ് വന്നതെന്നുള്ളത് അത് ശരിക്കും ജെന്യൂൻ ആണോ? എന്താണ് അങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ള കാരണം? അത് ആക്ച്വലി കറക്റ്റ് വരുന്നത് വെച്ചാൽ ആ ഫണ്ട് ആക്ച്വലി ആ സ്റ്റോറിൻ്റെ മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ഐ ഫീൽ ദാറ്റ്
ദാറ്റ് ഇസ് ഇൻവെസ്റ്റ്മെന്റ് ടുവേർഡ്സ് ദ ബ്രാൻഡ്. ഓ. മെൻഡ് എന്നുള്ള ബ്രാൻഡിനെ അവർ ആക്ച്വലി പക്ക പൊസിഷൻ ചെയ്ത് മാർക്കറ്റിൽ റിലീസ് ചെയ്യണം. കാരണം ആ ബ്രാൻഡിലോട്ടാണ് ഇൻവെസ്റ്റ്മെന്റ്. കാരണം അതിനുശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞു ലൈക്ക് ഒരു 6 മാസം കൊണ്ട് എങ്ങനെ 14 സ്റ്റോർ അതെ, അതെ, വന്നു അതെ. എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് റിസൾട്ടാണ് നിങ്ങൾ അവിടെ കണ്ടിട്ടുള്ളത്. അപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരു ഫ്രാഞ്ചൈസി മെൻറ്റിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്ക് ഒരു സിസ്റ്റം ഉൾപ്പെടെയാണ് കിട്ടുന്നതെന്ന്. അപ്പം അത്രയൊക്കെ പ്രോസസ് നമ്മൾ പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് ഈ ഫ്രാഞ്ചൈസി ബിസിനസ്സിൻ്റെ പിന്നിലും ഉണ്ടാവില്ലേ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ചാലഞ്ചസ് പറയുന്നത് എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വരുന്നൊരു സംഗതി എന്ന് വെച്ചാൽ ഇപ്പോൾ നോർമലി നമ്മളൊരു റീറ്റെയിൽ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയ ഇഷ്യൂ എന്ന് വെച്ചാൽ മറ്റേ ഡെഡ് സ്റ്റോക്കിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ SML XL അല്ലെങ്കിൽ ML XL XXL ഇങ്ങനെ 2 സെറ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ലെറ്റ്സ് ഒരാൾ അല്ലെങ്കിൽ ഒരു മൂന്ന് പീസ് അതിൽ നിന്ന് പോയി ബാക്കി 3 പീസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ മെൻ്റെ ഒരു സ്റ്റോർ കയറി കഴിഞ്ഞാൽ എപ്പോഴും ഒരു സെറ്റ് എപ്പോഴും ഫില്ലായിട്ടുണ്ടാവും. അങ്ങനെ കട്ട് ചെയ്യിക്കാണ്ട് നിങ്ങൾക്ക് അവിടെ കാണുകയില്ല. ഈ സമയത്ത് നമ്മൾ മനസ്സിലുണ്ടാവും ഇതിപ്പോൾ ഡെഡ് സ്റ്റോക്കിൻ്റെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഫേസ് ആവുമല്ലോ എന്നുള്ളത്. ബട്ട് മെൻഡ് ആക്ച്വലി ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് റൺ ചെയ്യുന്നത് SOR എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. SOR സെയിൽ ഓർ റിട്ടേൺ. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇൻവെൻട്രി നമ്മളൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല. നമ്മൾ ഇൻവെൻട്രീൻ്റെ കസ്റ്റോഡിയൻസ് ആയിട്ട് മാത്രമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ സ്റ്റോക്ക് മൊത്തം നമുക്ക് തരും. അത് കഴിഞ്ഞ ശേഷം ഇത് നമ്മൾ സെൽ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അവർക്ക് ക്യാഷ് കൊടുത്താൽ മതി. അപ്പോൾ ലെറ്റ്സ് ഒരു സ്പെസിഫിക് സെറ്റ് അവിടെ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ മെൻഡ് അത് തിരിച്ച് എടുക്കുകയും ചെയ്യും. പ്ലസ് അത് മാത്രമല്ല കട്ടായിട്ടുള്ള സംഗതി പോകാത്തതാണെങ്കിൽ അതും അവർ തിരിച്ചെടുക്കും. കാരണം ഇതൊന്ന് ഫാസ്റ്റ് ഫാഷൻ ആയതുകൊണ്ട് ഓരോ സ്ക്വയർ ഫീറ്റും എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു സെയിൽ എൻജിൻ ഉണ്ടല്ലോ ദാറ്റ് ഹാസ് ടു ബി കോൺസ്റ്റൻ്റ്ലി റണ്ണിങ്. അപ്പോൾ ഇതെപ്പോഴും കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ബ്രാൻഡിൻ്റെ ആവശ്യമാണ്. അപ്പോൾ സോ ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് സ്റ്റഫ്. അപ്പം നമുക്ക് ഇപ്പം ഒരു സെറ്റ് ഓഫ് ഐറ്റം റീഫില്ല് ചെയ്യണം. മേ ബി ഒരു ഫെസ്റ്റീവ് സീസണാണ്, നല്ലോണം സെയിൽ നടക്കുന്നുണ്ട്. ആ സമയത്ത് എത്ര ക്വിക്കായിട്ട് നമുക്ക് റീഫില്ല് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ഗ്രേറ്റ്. ആക്ച്വലി ഉണ്ടല്ലോ ഇപ്പോൾ എനിക്ക് നമ്മൾ ഈ കഴിഞ്ഞ വലിയ പെരുന്നാളിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ തന്നെ പറയാം. ലൈക്ക് പെരുന്നാൾ കഴിഞ്ഞു, നെക്സ്റ്റ് ഡേ ഞാനൊന്ന് സ്റ്റോർ വിസിറ്റ് ചെയ്തു. ആക്ച്വലി സ്റ്റോറിൻ്റെ അവസ്ഥ എന്താ, കാരണം നമുക്ക് ഈ പെരുന്നാളിന് നമുക്ക് മാസീവ് റെക്കോർഡ് ബ്രേക്കിംഗ് സെയിലായിരുന്നു ഓൾമോസ്റ്റ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോറിൻ്റെ അവസ്ഥ എന്താവും എന്ന് അറിയാൻ വേണ്ടി ഞാൻ സ്റ്റോറിൽ പോയി. ബട്ട് ഐ വാസ് ഷോക്ക് ടു ഫൈൻഡ് ദാറ്റ് സ്റ്റോർ വാസ് കംപ്ലീറ്റ്ലി റീഫിൽഡ്. അപ്പോൾ ടു ബി ഫ്രാങ്ക് എനിക്ക് ഇന്ത്യയിൽ തന്നെ അങ്ങനത്തെ വേറെ ബ്രാൻഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ റീഫിൽ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള. നേരത്തെ വലിച്ചൂടെ പറയണ്ടായി 60% ROI കിട്ടി എനിക്ക് മെൻറ്റിൽ വന്നതിന് ശേഷം ഇത്രയും ഒരു ഷോർട്ട് സ്പാനിൽ. ശരിക്കും അത് പോസിബിളാണ്? ആബ്സല്യൂട്ട്ലി 100% അത് പോസിബിളാണ്. അതിപ്പോൾ മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ബെനിഫിറ്റും കൂടിയാണ്. അപ്പോൾ ഇത് ഈ ഒരു ഫാക്ടർ കൊണ്ടാണ് നമ്മളിപ്പോൾ മേജറായിട്ട് ഈ 950 സ്ക്വയർ ഫീറ്റിൽ നിന്ന് 5000 സ്ക്വയർ ഫീറ്റിലോട്ട് എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള മേജർ റീസൺ. പക്ഷേ അത് മാത്രമല്ല നമ്മൾ നെക്സ്റ്റ് ഇനി ഫോക്കസ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ദുബായ് ആണ്. നമ്മൾ അവിടെ നമ്മൾ ലൊക്കേഷനെ കണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി that's what we are moving towards too. സോ 950 സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിലേക്ക് 6 മാസം കൊണ്ട്, അതും 60% ROI. ശരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ഭയങ്കര വണ്ടറിങ് ആയിരിക്കും. അപ്പം ഇപ്പം സംബഡി വാണ്ട് ടു ഒരു ഫ്രാഞ്ചൈസി എടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളുകൾ മെൻറ്റിൻ്റെ അവർ ചെയ്യേണ്ട ഫസ്റ്റ് പ്രോസസ്സ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് മോൺസോൻ്റെ ടീമിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലൊരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ച് അവരായിട്ട് സംസാരിക്കുക എന്നുള്ളത്. പിന്നെ അവർക്ക് ലൊക്കേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ടൊരു ടീമുണ്ട്. ഈ ലൊക്കേഷൻ വയബിളാണോ അല്ലേ എന്നുള്ളത് നോക്കും. പ്ലസ് അത് മാത്രമല്ല ഇവർ സ്റ്റോർ തുടങ്ങിയ സമയത്ത് തന്നെ ഇവർ ലൊക്കേഷൻസ് ഇപ്പം തന്നെ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലി ഇപ്പോൾ വേറെയുള്ള ബ്രാൻഡ്സിൽ നമ്മൾ പൊതുവേ കാണുന്ന സംഗതിയാണ് സ്റ്റോർ കാനിബലൈസേഷൻ. ഒരു സ്ഥലത്ത് വരും, കുറച്ച് ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ തന്നെ അപ്പുറത്ത് തന്നെ ഒരു വേറെ സ്റ്റോർ ഇടും. ഇത് സത്യം പറഞ്ഞാൽ 2 സ്റ്റോറിനെയും പോയി എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത് ഒരിക്കലും ഈ ബ്രാൻഡിൽ വരൂല എന്നുള്ള ഇവരുടെ ബ്രാൻഡ് ഗൈഡ് ലൈൻ തന്നെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആസ് എ ഫ്രാഞ്ചൈസി ഓണർ വി വുഡ് ഫീൽ റിയലി വോട്ട് ടു സേ കംഫർട്ടബിൾ ആൻഡ് വലിയൊരു കോമ്പറ്റീഷൻ വരില്ല. യെസ് അത് മാത്രമല്ല നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് സേഫ് ആണ്. നമ്മളിപ്പോൾ ഈ 5000 ഇൻവെസ്റ്റ് ചെയ്തു, കുറച്ച് കാലം കഴിഞ്ഞ് ഇപ്പുറത്തെ ഒരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഇങ്ങോട്ട് വരേണ്ട കസ്റ്റമേഴ്സ് ആണ് എന്താ പറയുക മറ്റേ സ്റ്റോറിലോട്ട് പോകുന്നുണ്ടാവുക. അപ്പം അത് നമ്മളെ ROIനെ ഇപ്പോൾ മുമ്പ് പറഞ്ഞ ROIനെ അത് പോയി എഫക്ട് ചെയ്യും. അപ്പം അത് എഫക്ട് ഒരിക്കലും ചെയ്യാത്ത ലെവലിലാണ് ഈ പാരന്റ് കമ്പനി എന്താ പറയുക മൊത്തം പ്ലാൻ ചെയ്തിട്ടുള്ളത്.
അവർ ഓൾറെഡി അറൗണ്ട് ഒരു 40 ലൊക്കേഷൻസ് കേരളത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. Okay. അപ്പോൾ ആ ലൊക്കേഷൻസിലാണെങ്കിൽ എന്താ പറയുക, അപ്പോൾ അവർ നോക്കി ഉം. അതിൻ്റെ ബേസിസിൽ അത് റൈറ്റ് ആണോ അല്ലേ എന്നുള്ളത് പറയും. അവരുടെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി എക്സാക്ട്ലി പ്ലസ് അത് മാത്രമല്ല, ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത ലൊക്കേഷൻ റൈറ്റ് അല്ലെങ്കിൽ അവർ നമുക്ക് എന്താ പറയുക വേറെ ലൊക്കേഷൻ നമുക്ക് തന്നെ അവർ ചൂസ് ചെയ്ത് തരും. നമുക്ക് ആ ലൊക്കേഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് ഒറ്റയടിക്ക് ഒരു സിംഗിൾ പേയ്മെൻ്റ് ഒന്നല്ല, ഇത് കംപ്ലീറ്റ്ലി എന്താ പറയുക സ്ട്രക്ചേർഡ് ആണ്. ലൈക്ക് നമുക്ക് ഓരോന്ന് ഫേസ് ബൈ ഫേസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 എബോവ് ഉള്ള ബിസിനസ് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് മോഡലാണല്ലേ മെൻറ്റ് എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട്ലി 100%. ഇപ്പോൾ മെൻറ്റ് എന്നുള്ള ബ്രാൻഡിൻ്റെ വാല്യൂ ഇപ്പോൾ മാർക്കറ്റിൽ ഈസ് എക്സ്ട്രീംലി ഹൈ. പ്ലസ് അത് മാത്രമല്ല, ബ്രാൻഡിൻ്റെ അവയർനെസ് നോക്കുകയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു റെപ്യൂട്ടഡ് ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ ഇവരെ ബിസിനസ് മോഡലാണ് ലൈക്ക് ഫോക്കോ എന്നുള്ള ബിസിനസ് മോഡൽ. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ബട്ട് ഓപ്പറേഷനിൽ റൺ ചെയ്യാൻ ആ ഒരു എക്സ്പെർട്ടീസും എക്സ്പീരിയൻസും ഇല്ലെങ്കിൽ അവർക്ക് നല്ലൊരു അവന്യൂ തന്നെയാണ് ഇത്. ഇനീഷ്യലി കാര്യങ്ങൾ പഠിച്ച് പക്കായിട്ട് സ്റ്റോഴ്സ് റൺ ചെയ്യുന്ന നല്ലൊരു ഓപ്പറേറ്ററായി മാറാൻ ഇവർക്ക് എന്തായാലും സാധിക്കും. പിന്നെ ഫൈനലി ഇതിൽ വരുന്ന SOR എന്നുള്ള കോൺസെപ്റ്റ് ലൈക്ക് നമുക്ക് ഒരിക്കലും ഡെഡ് സ്റ്റോക്കിൻ്റെ ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പം അങ്ങനെ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറയുക ലോക്കാവുന്ന ഒരു സ്ഥിതിയോ ലൈക്ക് ആ ഒരു ഫിയർ നമ്മുടെ ഉള്ളിൽ ഇല്ലാതെ നമുക്ക് ഒരു സേഫറായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ആവന്യൂ ആണ് മെൻറ്റ്. സോ ഈ ഒരു ഇന്ത്യൻ കൺസ്യൂമേഴ്സ് കുറച്ചുകൂടി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു അഫോർഡബിൾ പ്രൈസിന് ഒരു ബ്രാൻഡഡ് ഷർട്ട് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്രാൻഡഡ് ക്ലോത്ത് കിട്ടുകയാണെങ്കിൽ അത് കുറച്ച് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റിൽ അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. ലൈക്ക് നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി, ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക് നമ്മൾ അറിയുന്ന പല ബ്രാൻഡ്സും എന്താ പറയുക എല്ലാവരും ഇടാൻ ആഗ്രഹിച്ച കുറച്ച് ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് ആ സംഗതികളൊന്നും തീരെ കാണാത്ത പോലെ ലൈക്ക് ആ ബ്രാൻഡ്സിൻ്റെ ഒരു റെലവൻസ് എത്രത്തോളം കുറഞ്ഞു വെച്ചാൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിലോട്ട് കയറി വന്നിട്ടുള്ള ആ ഒരു ഷിഫ്റ്റ് ഇപ്പം എന്ന് വെച്ചാൽ ഗുഡ് ക്വാളിറ്റി അറ്റ് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസ്. ഇതിന് മേജർ ഒരു പ്രോപ്പണൻ്റ് എന്ന് വെച്ചാൽ എന്തായാലും ഡിജിറ്റൽ മീഡിയ തന്നെയാണ്. കാരണം നോർമലി ഇപ്പോൾ നമ്മൾ തന്നെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വോണ്ട് പ്രിഫർ ടു പുട്ട് എ ഫോട്ടോ വിത്ത് ദ സെയിം ഡ്രസ്സ് ഒന്ന് മാറി അടുത്ത ഫോട്ടോ ഇടാൻ നമ്മൾ. അപ്പോൾ നമ്മൾ ജെൻസികളെ കുറിച്ച് പറയാൻ പിന്നെ അത് പറയാ വേണ്ട. അവരെ മാത്രമല്ല നല്ല സോഷ്യൽ മീഡിയ ഹോളിക്സുമാണ്. പ്ലസ് അത് മാത്രമല്ല ഇതിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവരെ ഒരു ടേസ്റ്റ് അവരൊരു ഇൻട്രസ്റ്റ് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്വാളിറ്റി ആയാലും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻസ് ആയാലും എല്ലാം മാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ബേസിസിൽ നമ്മൾ എക്സാക്ട്ലി മൊത്തം മാനുഫാക്ചർ ചെയ്ത് അവർ മുന്നിലോട്ട് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു ചലഞ്ചില്ലേ, കാരണം ഇപ്പം നമ്മളൊരു അങ്ങനെയുള്ള ഒരു അഫോർഡബിൾ പ്രൈസിനുള്ള ഒരു ബ്രാൻഡിൽ നിന്നൊക്കെ നമ്മളിപ്പം നമുക്കറിയാം ഇപ്പം സൊസൈറ്റിയിലുള്ള കുറച്ച് അങ്ങനത്തെ ഒരു ബ്രാൻഡ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സൊസൈറ്റി അതായത് നമ്മൾ ടൗണിലേക്കൊക്കെ ഇറങ്ങി 4 ആൾക്കാർ സെയിം ഡ്രസ്സിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു പെരുന്നാളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം എല്ലാവരും ഒരേ ഡ്രസ്സിലായിരിക്കും പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ളത് ശരിക്കും മെൻറ്റും അങ്ങനത്തെ ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്നില്ല. മെൻറ്റിലും അതേപോലത്തെ ഉള്ള ഒരേ ടൈപ്പ് ഡിസൈനുള്ള ഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ പ്രൊവൈഡ്. ആക്ച്വലി ദിസ് ഇസ് എ ട്രൂ സ്റ്റോറി. ലൈക്ക് ഇത് ഇനീഷ്യൽ മെൻറ്റിൻ്റെ മീറ്റിംഗ് ഉണ്ടായ സമയത്ത് നമ്മളും ചോദിച്ച വലിയൊരു ക്വസ്റ്റ്യൻ അതായിരുന്നു. കാരണം പൊതുവെ ഇങ്ങനത്തെ ഈ ഫാസ്റ്റ് ഫാഷൻ്റെ കുറേ ബ്രാൻഡ്സ് വന്ന സമയത്ത് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണും ഒരേ ഒരു സെറ്റ് ഫുൾ ആൾക്കാർ. അപ്പോൾ അതിൻ്റെ കുറേ കോമഡി വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുമോ എന്നുള്ളതും നമ്മൾ ആക്ച്വലി ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിനുള്ള ഇവരെ ഗൈഡ് ലൈൻ പറഞ്ഞു വെച്ചാൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഇവർ ഫോളോ ചെയ്യില്ല. ഇതിന് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒരു സൈഡ് എന്ന് വെച്ചാൽ ഇവർ നോർമലി ഒരു സെറ്റ് ഓഫ് ഡിസൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 7 സെറ്റ് മാത്രമേ ഇവർ മാനുഫാക്ചർ ചെയ്യുള്ളൂ. ഒരു ഡിസൈനിന്റെ 7 സെറ്റ് മാത്രമേ ചെയ്യുള്ളൂ. അതിന്റെ മുകളിലോട്ട് ചെയ്യൂല. അപ്പോൾ ഇത്ര കുറച്ച് നമുക്ക് എന്താ പറയുക ഒരുപാട് ഡെസ്റ്റിനേഷനിലേക്ക് മറ്റേ ലൊക്കേഷൻസ് ഉണ്ടെങ്കിലും എല്ലായിടത്തും എന്താ പറയുക ഈ ഡിസൈൻ പോയി അങ്ങോട്ട് സ്പ്രെഡ് ആവൂല. അതൊന്ന്. പക്ഷെ ഇത് നമ്മൾ വേറെയുള്ള ബ്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ ഇഫ് യു ഡു ആൻ ഇൻഡെപ്ത് സ്റ്റഡി ബാക്കിയുള്ള ബ്രാൻഡ്സ് ഒക്കെ പൊതുവേ നമ്മൾ 7 സെറ്റുകളോടെ ഒരു 21 സെറ്റാണ് ചെയ്യാറുള്ളത്. അപ്പം ആ ഒരു 3 ഇരട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു ഇഷ്യൂ ആണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. ബട്ട് ആ ഒരു ഇഷ്യൂ ഇതിൽ എന്തായാലും ഉണ്ടാവില്ല. അത് കാരണമാണ് ഇവർ ഗൈഡ് ലൈൻസ് ഇവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫാക്ടർ കൊണ്ട് തന്നെയാണ് മെൻറ്റ് ഇത്ര ഹിറ്റ് ആവുന്നത്. ഇപ്പം ചെറിയ വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ മറ്റേ പെരുന്നാൾ സമയത്ത് ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞു അവൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് നമുക്കൊരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്നുള്ള അവൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് മൊത്തം മറ്റേ മെൻറ്റിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് അവനോട് ആകെ പറഞ്ഞ സംഗതി നമസ്കരിക്കാൻ പോകുന്ന നെക്സ്റ്റ് ഡേ സെയിം ഡ്രസ്സ് കണ്ട അവനിട്ട് അടിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു ഇല്ല അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല, ഒരു വിശ്വാസത്തിൽ അവൻ ഫുള്ള് കൊണ്ടുപോയി. ആൻഡ് അങ്ങനത്തെ ഒരു ഇഷ്യൂ അന്ന് അവിടെ ഉണ്ടായതില്ല. ലൈക്ക് എവരി വൺ ബോട്ട് ഡിഫറെൻറ്റ് ക്ലോത്ത്സ്. ലൈക്ക് അങ്ങനത്തെ ഒരു സംഭവം ലൈക്ക് ഉണ്ടായ സമയത്ത് ഇതൊക്കെ നമ്മളെ ബ്രാൻഡിലുള്ള നമ്മളെ ട്രസ്റ്റ് ഡേ ടു ഡേ നമുക്കിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. പിന്നെ അത് മാത്രമല്ല
മെൻറ്റിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഓൾറെഡി ഇപ്പോൾ മെൻറ്റിൻ്റെ ടീം 40 സ്റ്റോർ ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ എല്ലാ സ്റ്റോറുകളെയും ഇവർ രണ്ടായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ സ്റ്റോറും ഒരു ബ്ലാക്ക് സ്റ്റോറും. ഓക്കെ. ബ്ലൂ സ്റ്റോറിലുള്ള പ്രോഡക്ട്സ് അല്ല ബ്ലാക്ക് സ്റ്റോറിൽ കിട്ടുക. പക്ഷെ അപ്പോൾ ഇത് ആക്ച്വലി ഒരു സ്റ്റോറിൻ്റെ റേഡിയസിൻ്റെ അനുസരിച്ചാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അടുത്തടുത്തുള്ള സ്റ്റോറുകളിൽ ഇപ്പോൾ ലെറ്റ്സ് ഒരു 15 കിലോമീറ്റർ അടുത്തുള്ള മറ്റേ സ്റ്റോറിൽ കയറുന്ന സമയത്ത് ആസ് എ കൺസ്യൂമർ യു ഫീൽ ലൈക്ക് യുവർ എൻറ്ററിങ് എ ന്യൂ സ്റ്റോർ. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്താ പറയുക ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ചോയ്സസ്. എക്സാക്ട്ലി യെസ്. അപ്പോൾ ഇത് കാരണം നമുക്ക് ഒരിക്കലും എന്താ പറയുക ആ ഒരു യൂണിഫോമിറ്റി മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂ വരെയില്ല. നൈസ്. വലീജിന് ഇപ്പോൾ ശരിക്കും മെൻറ്റിൻ്റെ ഒരു സ്റ്റോർ ഹൈലി സക്സസ്ഫുൾ ആയി, അടുത്തൊരു 4 സ്റ്റോഴ്സ് പ്ലാനിങ്ങിലുണ്ട്. ഇതല്ലാതെ എന്തൊക്കെയാണ് അതർ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്രാഞ്ചൈസി മോഡലിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു സക്സസ്സിൽ എന്തായാലും ഇനി ഫ്യൂച്ചറിൽ എന്തായാലും കൂടുതൽ ഫ്രാഞ്ചൈസീസ് എടുക്കുക എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് ഉള്ളത്. കാരണം ഇതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് ടു ബി ഫ്രാങ്ക്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് 4 സ്റ്റോഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഒരു മെയിൻ ഫോക്കസ് ദുബായ് ആണ്. ദുബായ് മാർക്കറ്റിൽ നമുക്ക് എന്തായാലും ആക്സസ് ചെയ്യണം. അവിടെ നമ്മൾ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വർക്ക് നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൽ കണ്ടിട്ടുള്ള ആ ഒരു സക്സസ് പ്ലസ് ഈ ഒരു ബ്രാൻഡിനോടുള്ള എൻ്റെ ഒരു വിശ്വാസം, ഇതൊക്കെ ഇറ്റ്സ് എക്സ്ട്രീംലി ഹൈ. ഇതിൻ്റെ മേജർ ബേസിസ് എന്നുള്ളത് ഈ മോൺട്രോ എന്നുള്ള ടീമിൻ്റെ ആ ഒരു 25 years ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടീസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ലൈക്ക് ഇവർക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആയാലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവർക്ക് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 4 നിന്ന് 40 ഗ്രോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം. എന്തായാലും നമ്മളിപ്പോൾ അറ്റ് പ്രസൻറ്റ് 950 ഒരു 5000 സ്ക്വയർ ഫീറ്റിലോട്ടിലെത്തി. അപ്പോൾ അതേപോലെ നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റോഴ്സും നമുക്ക് എന്തായാലും പാൻ ഇന്ത്യ ആൻഡ് ഗ്ലോബലി നമുക്ക് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളൊരു ഗോൾ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വലീജ് ബ്രോ പറഞ്ഞ പോലെ 4-40 സ്റ്റോറിലേക്ക് വലീജ് ബ്രോയ്ക്ക് ഫ്രാഞ്ചൈസികൾ ഓപ്പൺ ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് സക്സസ് ഉണ്ടാവട്ടെ. ഇപ്പം നമുക്ക് ഫ്രാഞ്ചൈസിനെ പറ്റിയുള്ള ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ ഹാവിങ് മീ. താങ്ക് യു.